ഹലോ. ഡേ 46 എപ്പിസോഡ് ക്യൂനിക് പിക്കിംഗ് ആണ്. സോ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സീസണിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് ഒരിക്കലും ഈ സീസണിൻ്റെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിനെ റിവ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല. നെറ്റ് പിക്കിംഗ് ആണ്, കുറ്റം കണ്ടുപിടിക്കുക, കുറെ പ്രശ്നം കണ്ടുപിടിക്കുക. എന്നാലേ ഇതിനൊക്കെ ഒരു ഫണ്ട് കാണാൻ ഈ സീസൺ ഞാൻ മൊത്തത്തിൽ അങ്ങനെയാണ് കാണുന്നത്. സോ നമ്മൾ ഈ ഒരു സെഗ്മെന്റ് പേരിടുന്നത് കുനിറ്റ് പിക്കിംഗ് എന്നാണ്. സോ കുനിറ്റ് എന്ന് ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. എനിക്ക് മലയാളം ഡിക്ഷണറിയിലുള്ള വാക്കാണെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. വാട്ട് എവർ, നമ്മൾ അതാണ് പ്ലാൻ ചെയ്യുന്നത്. സോ എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ത്രൂ ഔട്ട് ഇത്തവണത്തെ എപ്പിസോഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല എൻഗേജിംഗ് ആയിരുന്നു, അത്യാവശ്യം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു ബോംബും ഉണ്ടായിരുന്നു. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ബോംബ്. സിബിനും പൂജയും ഔട്ടായി. ഔട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കൗട്ടായി. ആരോഗ്യ പ്രശ്നമാണ്. പൂജയുടെ കാര്യം വളരെ ക്ലിയർ ആണ്. സിബിൻ്റെ കാര്യത്തിൽ അത്ര ക്ലാരിറ്റി പോരാ. സോ എനിക്ക് പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ വയറ് കീറിപ്പോൾ പറ്റിയൊരു അവസ്ഥയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ. സീരിയസ്ലി ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം സിബിൻ ഒരു ചില കളിക്കാരെ അങ്ങനെ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ തവണ അഖിൽമാരാർ ഉണ്ടായിരുന്ന പോലെ ഇത്തവണ സിബിൻ കളിയുടെ DNA അറിഞ്ഞ് കളിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങേര് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ പുറത്ത് നഷ്ടപ്പെടാനുള്ള റിസ്കിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. ഞാനൊക്കെ അതായത് ചിന്തിക്കത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇത് എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നമ്മൾ കാര്യം നടന്നു പോകണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സിബിൻ കളിച്ച് കയറി വരുന്നു. ഒരു സൈഡിൽ നിന്ന് ജാസ്മിൻ തകർന്നടിയുന്നു. സിബിനാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണുക പോലും ചെയ്യാത്ത അത്രയും ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള രണ്ട് പവർ ടവേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിച്ചതാണ്. സിബിനെയും കൂടി ഒന്നിത്തി തകർത്തേക്കാം എന്നുകൊണ്ടൊരു തകർക്കാൻ നോക്കിയതാണ്. പക്ഷെ സിബിൻ അത് മണത്തു. സത്യം പറഞ്ഞ സിബിൻ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം. ഇത്ര വലിയ ഷോ ഒന്നും കാണിക്കില്ല, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല സിബിൻ ചെയ്ത കാര്യങ്ങൾക്ക്. എന്നിട്ട് മൊത്തത്തിൽ സിബിനെ ടാർഗറ്റ് ചെയ്യുന്നു മനസ്സിലാക്കുന്നതാണ് മനസ്സിലായി. കാരണം സിബിൻ കണ്ടുകൊണ്ടാണ് വരുന്നത് പുറത്ത് ജാസ്മിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതിലോട്ട് പോയി സ്വന്തം ജീവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളി സുലാം പറഞ്ഞ് ഇറങ്ങി. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. അല്ലാണ്ട് ഇതിന് ഓഡിറ്ററി ഹാലൂസിനേഷൻ ആയിട്ടോ അങ്ങനെ വലിയ സംഭവമായിട്ടും തോന്നുന്നില്ല. ബിഗ് ബോസിന്റെ സ്കേപ്പ് ഔട്ട് ആവാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ ഇറങ്ങിപ്പോയതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറ്റ് സ്റ്റേക്ക് വയ്ക്കുന്നത് സ്വന്തം ലൈഫാണ്. സോ ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല പുള്ളി. അത്യാവശ്യം അടിപൊളി ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്, അത് അത്ര വರ್ತല്ല എന്ന് തോന്നിയിട്ട് വിട്ട് കളഞ്ഞിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഒന്ന് ബിഗ് ബോസിനോട് പറയാനുള്ളത് മുൻമുട്ടയിടുന്ന താറാവായിരുന്നു. നല്ല അടിപൊളി കണ്ടന്റ് ഉണ്ടാക്കാമായിരുന്നു. ബിഗ് ബോസ് ഒരു ഇത്തിരി ആവശ്യം കൂടി പോയി. എന്നിരുന്നാലും ഇത്തവണത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു. വേറെ ഒന്നും വിളിക്കാനില്ല, സൈക്കോ ബിഗ് ബോസ്. അതിൽ കുറഞ്ഞ ഒന്നും എനിക്ക് ബിഗ് ബോസ് വിളിക്കാനില്ല. അത് നമുക്ക് അവസാനത്തിലേക്ക് പറയാം. നമുക്കൊരു ഓർഡറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം തന്നെ തുടങ്ങുന്നത് മറ്റേ പ്രേക്ഷകർ തിരഞ്ഞെടുത്തു എപ്പോഴും പറയുന്നത് ഫുൾ ഉടായ്പാണെന്ന് ഉറപ്പാണ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ടാസ്ക് എന്നാൽ ഞാൻ എന്തായാലും ശ്രീരേഖനെ തന്നെ തിരഞ്ഞെടുക്കത്തുള്ളൂ സീരിയസ്ലി. കാരണം ഗബ്രീനെ ശ്രീരേഖ ഇമിറ്റേറ്റ് ചെയ്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഗബ്രീനോടുള്ള താല്പര്യക്കുറവ് കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും അടിപൊളിയായിരുന്നു. ഞണ്ടിനെത്ര ഞണ്ടിനെത്ര കാലുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അന്തത്തായിട്ട് ചിരിച്ചു. ഗബ്രിയുടെ അതാണ് അവിടെ എവിടെ നോക്കാം അവൻ്റെ കുറെ മൊടന്തൻ ഫിലോസഫി ഉണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥ. വാട്ട് അപ്പൊ ഇത്തവണ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ശ്രീരേഖ എടുത്തത്. ഗബ്രിൻ, ജാസ്മിൻ, ജിൻഡോ പോലെ എല്ലാവരും എടുക്കുന്ന സീൻ ഏതെങ്കിലും പിടിക്കുന്ന ഞാൻ കരുതി. പക്ഷെ റസ്മിനെയാണ് ചൂസ് ചെയ്തത്. അത് പൊളിച്ച് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. റസ്മിന് പൊളിഞ്ഞിരിക്കുന്ന സമയമാണ്. കുറച്ച് നാളായിട്ട് റസ്മിന്റെ ഡിപ്ലോമസി ആൾക്കാരെ മറ്റേ ഹൗസ് മേറ്റ്സ് തന്നെ കട്ടപ്പുച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വർക്കാവുന്നില്ല. തിരിച്ചു വന്നതിന് ശേഷം റസ്മിന് ഒരു മറ്റേ എല്ലാവരെയും കൂടി കയ്യിലെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആകെ പോയി നിൽക്കുന്ന ഒരു ഗ്യാങ് എന്ന് പറയുന്നത് ജബ്രി ഗ്യാങ് ആണ്. അവിടെ റസ്മിനൊട്ടും വിടത്തില്ല. പക്ഷെ അത് മൊത്തത്തിൽ തിരിഞ്ഞു കുത്തുന്ന സത്യം റസ്മിൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റസ്മിനെ എടുത്തിട്ട് ആട്ട് ചെയ്ത് വളരെ രസമുണ്ടായിരുന്നു, ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ചൂസ് ചെയ്ത ക്യാരക്ടർ സീരിയസ്ലി വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അഭിഷേകിന്റെ കുറെ കണ്ണ് തുറക്കണ സാമി എന്ന് പറഞ്ഞിട്ട് അഭിഷേകിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഐ തിങ്ക് ശ്രീതും അപ്സരയും കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കണം. അഭിഷേകിന്റെ കുറെ ഐ ഫീൽ ലൈക്ക് ഹീസ് എ മലവാഴ. വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാവരും ലിസൺ ചെയ്യുന്നു ബിഗ് ബോസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും പോയിരുന്നുണ്ട്. ഓരോരുത്തരും സങ്കടം ചോദിക്കുന്നതല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ കാണുന്നില്ല. വാട്ട് എവർ, അതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളും എന്ന് വിശ്വസിക്കുന്ന ക്യാരക്ടേഴ്സാണ്. നമുക്ക് ഒരുപാട് ഇതാക്കേണ്ട കാര്യമില്ല. പിന്നെ റസ്മിൻ കിടന്നുകൊണ്ട് റസ്മിന്റെ വെറുപ്പിലുണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും സങ്കടമാണല്ലോ, ഉടനെ സംസാരിക്കണം. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം. ഞാൻ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെയുള്ള സീനാണെന്ന് കരുതി. ഇത് സമാധാനം ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് എന്താ പറയണ്ടേ എന്നുള്ളത് എന്റെ അലക്കി വെളുപ്പിക്കലാണ് റസ്മിൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ റസ്മിന് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട്. ജാങ്കോ പാടി നൈസായിട്ടൊന്ന് പാടിയെന്ന തോന്നുന്നത് റസ്മിനെ ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഒരുപാട് വൈകിപ്പോണ്ട് എനിക്ക് തോന്നുന്നുള്ള റസ്മിന് വീക്ക് കിടക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റിന് രക്ഷപ്പെട്ടാലും ഇനി അങ്ങോട്ട് പൊങ്ങി വരലൊക്കെ കണക്കായിരിക്കും. പിന്നെ
പിന്നെ നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് അല്ലെങ്കിൽ എവർഗ്രീൻ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റ് ജബ്രീസ്. സോ ഗബ്രി ജാസ്മിന്റെ ഇഷ്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞ എപ്പിസോഡിൽ. അവർ എന്നിങ്ങനെ എന്താണ് ഗബ്രി ഒഴിവാക്കുന്നു, ജാസ്മിൻ അടുത്ത് വരാൻ നോക്കുന്നു. ജാസ്മിൻ ആകപ്പാടെ ഈഗോ വരെ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും നാൾ നേരെ തിരിഞ്ഞാണല്ലോ കളി ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് അടുത്ത് തുറന്ന് ഇഷ്ടം പറഞ്ഞിട്ടും ഗബ്രിക്ക് എന്നെ വേണ്ടാന്ന് തളഞ്ഞ ഒരു എന്നെ അവോയ്ഡ് ചെയ്തല്ലോ എന്നുള്ള കുരു പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ. ഇപ്പൊ അതെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. എന്നാൽ ലവ് ട്രാക്കിലോട്ട് വന്നിരുന്നെങ്കിൽ അത് മാത്രമാണ് കച്ചിത്തരും എന്നുള്ള രീതിക്കും ജാസ്മിൻ എന്തെങ്കിലും നടക്കുമെന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതില് ജാസ്മിന്റെ ഏറ്റവും വലിയ നമ്മൾ എഴുതി വെച്ച് സൂക്ഷിക്കേണ്ട വാൾപേപ്പറുകൾ ഇടേണ്ട ജാസ്മിന്റെ പുതിയ കണ്ടുപിടുത്തമാണ് എന്റെ ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ക്ലാരിറ്റിയിലേക്ക് പോയി എന്നുള്ളത്. വാവ്! എന്നിട്ട് എന്താ നിന്റെ ക്ലാരിറ്റി? അതെനിക്കറിയില്ല. അത് നല്ല രസമുണ്ടായിരുന്നു. എന്റെ ക്ലാരിറ്റി ഇല്ലായ്മയിൽ ഞാൻ ക്ലാരിറ്റിയിലോട്ട് പോയി, പക്ഷെ എനിക്ക് ക്ലാരിറ്റി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവർ രണ്ടുപേരും ഇരുന്നുകൊണ്ട് കോണാന്ന് ഇരുന്നുകൊണ്ട് ഇവരെ ഫിലോസഫി ആയിട്ട് ഉണ്ടല്ലോ. ഓ ഗബ്രി, ഞാൻ അങ്ങനെ പറഞ്ഞ നിനക്ക് എന്തോന്നും, ഇങ്ങനെ പറഞ്ഞ എനിക്ക് തോന്നും. അപ്പൊ ഗബ്രി അവിടെ കിടന്നുകൊണ്ട് മറ്റേ മലയുടെ അപ്പുറത്ത് നിന്ന് എലി തുറന്നു വരുന്ന സമയത്ത് എലിയുടെ നഖം വെട്ടിയില്ലെങ്കിൽ നിനക്ക് വൃത്തിയുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിക്കുള്ള ഗബ്രിയുടെ കുറെ ഉയർന്ന എന്താ പറയാ ഉദാഹരണങ്ങളുണ്ട്. ഗബ്രി ജാസ്മിൻ ഇരുന്നുകൊണ്ട് ഈ അങ്ങോട്ട് ഇങ്ങോട്ട് ഫിലോസഫി അടിക്കുന്നുണ്ട്. എനിക്ക് ഒന്നേ തോന്നുന്നുള്ളൂ, പണ്ട് വാട്സാപ്പിലൊക്കെ വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്ക് മെസ്സേജിൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരുന്ന സാധനം ഉയർന്ന ചിന്താഗതി, മൂഞ്ചിയ ജീവിതം. അതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ട ഉയർന്ന ചിന്താഗതിയാണ്. എല്ലാത്തിനെയും പറ്റി സെൽഫ് അനാലിസിന്റെ അയ്യര് കളിയാണ്. അത് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു കൊണ്ട് ചന്നം പിന്നെ ഇറക്കി വിടുന്നുണ്ട്. എന്തെങ്കിലും പോയി ഹിറ്റ് ചെയ്തിട്ട് നിർത്തും. പക്ഷെ ഇതെല്ലാം കമത്തി വെച്ചാൽ കൊടുത്തിലോട്ടാന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ജാസ്മിനോട് ഓവർ ആക്ട് ആക്കി പറ്റുന്നതെല്ലാം ചെയ്ത് നശിപ്പിച്ച്. പക്ഷെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് സിബിനില്ല. സിബിന്റെ പ്രോസീൻ ഇവിടെയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തട്ടി അവൾ എന്താ ഉദ്ദേശിക്കുന്നത്, ബീബി എന്താ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ അവൻ കിടന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സിബിൻ ഒരു ഗെയിമിന്റെ DNA മനസ്സിലാക്കി കളിക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ ഒരു അഭാവത്തിൽ സിബിൻ പ്രോമാച്ച് ആണെന്നുണ്ടെങ്കിൽ സിബിൻ ലൈറ്റ് വേർഷൻ ആയിട്ട് സിജോ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് അത് ഇഷ്ടപ്പെട്ടു, പോയിന്റ് ആയിരുന്നു. എന്തൊക്കെയാണ് സിജോ പറഞ്ഞു, ഇവർക്ക് എൻഡ് ഓഫ് ദ ഡേ ഇവർ വന്നുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അഫെയർ ആണ്, നാളെ അവർ ഇറക്കാൻ പോകുന്ന പോയിന്റ് ഇതാണെങ്കിൽ അതിനൊരു തട വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സോ സിജോ ആ പറഞ്ഞ പോയിന്റ് കൊള്ളായിരുന്നു. എൻഡ് ഓഫ് ദ ഡേ ഇവർ ഞങ്ങൾ തമ്മിൽ അഫെയർ ആണ്, പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് അവർ കെട്ടോ ഇല്ലെന്ന് ആരും അന്വേഷിക്കണം. ഈ പറഞ്ഞ ഫുൾ ഡിഫൻസ് അവിടെ തകർന്നേനെ. പക്ഷേ സമാധാനത്തിന് അതിറക്കാനാണ് അവർ നേരത്തെ നോക്കിയത്. പക്ഷെ ഗബ്രിയുടെ വീട്ടിൽ നിന്നുള്ള സീനൊക്കെ കൊണ്ട് സംഭവം പൊളിഞ്ഞ് ഗബ്രി തിരിയാൻ നോക്കി. ഇപ്പൊ മൊത്തത്തിൽ ചീഞ്ഞ് നാറി എന്നുള്ളത് അവരെങ്കിലും മനസ്സിലാക്കുന്ന അവസ്ഥയിലെത്തി. പണ്ടേ ചീഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് മൊത്തത്തിൽ ഇവർ രണ്ടുപേരും കിടന്നുകൊണ്ട് കോണാന്ന് അങ്ങോട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ എനിക്ക് ആകെ തോന്നിയത് മറ്റേ പപ്പു നമ്മുടെ മൂവിയിൽ മറ്റേ വാതിലട ചോദിച്ചിട്ട് പറയില്ലേ, തുറക്കൂലടാ പട്ടി എന്ന് പറയണ പോലെ ഉണ്ടായിരുന്നു. ജാസ്മിൻ നിന്നതാ പറ എന്നെ ഇഷ്ടമാണെന്നുള്ളത് പറ, എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നിട്ട് ജാസ്മിൻ കിടന്നടിക്കുന്നുണ്ട്. ഗബ്രി ജന്മം ചെയ്ത് അത് സമ്മതിക്കത്തില്ല. അവസാനം എവിടെന്നോ ഗബ്രിയുടെ വായന്ന് ജസ്റ്റ് ഇങ്ങനെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ ഗബ്രിക്ക് വിട്ടുകൊടുക്കാൻ പേടിയാണ്. എന്നാൽ ഇങ്ങനെയുള്ള രീതിക്ക് എവിടെന്നോ എന്തോന്ന് കിട്ടിയ പാടെ ജാസ്മിൻ ഉടനെ നൈസായിട്ട് നേരെ ഞങ്ങൾ മറച്ചു. എന്താണ്, എനിക്കിനി ഇതിനോട് പ്രണയിക്കാൻ പറ്റത്തില്ല, എനിക്ക് നീ എന്ത് പറഞ്ഞാലും ഇതിനോട് പ്രണയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ മറ്റേ ഞാൻ നിന്നെ അതെ നീ എന്നെ അല്ലട്ടോ പറഞ്ഞ ഞാൻ നിന്നെയാണ് പറ്റേ നമ്മളാരും കാണാത്ത സീൻ എന്നും പറഞ്ഞ് ജാസ്മിൻ ഒഴിവാക്കാൻ നോക്കുന്നു. ഉടനെ ഗബ്രിയുടെ സ്ഥലം എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതില്ല, എനിക്ക് നിന്നോട് സ്നേഹമാണ് പക്ഷെ പ്രണയമല്ല. എന്റെ പൊന്നടാവേ, അവന്റെ മോൻ പിടിച്ച് ഉരയ്ക്കാനോ അതിന് മാത്രം ദേഷ്യം കയറി ഒരുപാട് സാധനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പൊട്ടറാണ് പരിപാടി. അപ്പൊ ജാസ്മിൻ നീ ഇതുവരെ പറഞ്ഞിട്ടില്ല, പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ ഗബ്രി അങ്ങോട്ടേക്ക് ചീഞ്ഞഴിഞ്ഞ് മറ്റേ വയൽക്കാടൊക്കെ വരുന്ന ഇതിനു മുമ്പ് ഗബ്രി എന്തൊക്കെ കിടന്ന് പറഞ്ഞു, അതൊരു അപ്പനാണ് അമ്മയാണ് കാമുകനാണ് വാട്ട് എവർ. ഗബ്രി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനം കൊണ്ട് ഗബ്രിയുടെ ഒരു ഭീഷണിയുണ്ട്, എല്ലാം ഞാൻ പുറത്തിറങ്ങി പൊളിച്ചടക്കം എനിക്ക് തോന്നതൊക്കെ വിളിച്ചു പറയുന്നു. അവിടെ ജാസ്മിനും അടങ്ങുന്നുണ്ട്. നമുക്കത് വീണ്ടും ഞാൻ പറയുന്നത് നമ്മൾ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുള്ളതിന് കറക്റ്റ് സാധനം. ഇവർ രണ്ടുപേരുടെയും കുറെ സീക്രട്ടുകൾ ഇവർ മറ്റേ അവിടെയും നമ്മുടെ ജിൻഡോ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം കറക്റ്റാണ്. എവിടെ ഇവിടെയും ഒളിച്ചും പാത്തു വരുന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ അല്ലാതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും തമ്മിൽ വെട്ടാനും പറ്റുന്നില്ല, ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറയുന്ന സീനിലാണ് ജബ്രി റിലേഷൻഷിപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടെയൊക്കെ നിൽക്കട്ടെ. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ഏറ്റവും രസമുള്ളത് ഞാൻ നല്ല കണ്ട് ഞാൻ വെറും സാഡിസ്റ്റ് ആട്ടോ. സത്യം പറയാം, ഇത്ര നാൾ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഇത് കാണാൻ വേണ്ടി ഞാൻ ബിഗ് ബോസിനോട് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ കൺസിഡർ മീ ആസ് എ സാഡിസ്റ്റ്. ഞാനത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അടിപൊളി തല്ല എപ്പിസോഡായിരുന്നു.
ബിഗ് ബോസിനെയാണ് ഞാനതിൽ ഒരു 100 മാർക്ക് ഇപ്പൊ 2.7 ടീമിന് കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ നേരെ ബിഗ് ബോസിന് എടുത്തിട്ട് കൊടുക്കും. പുള്ളി പക്ക സൈക്കോ കളിയാണെന്ന് കളിച്ചാൽ അറ്റ്ലീസ്റ്റ് സിബിനൊക്കെ പോയതിന്റെ ആ ഒരു വിഷമം തീർക്കാൻ ഇവരെ വെച്ച് ഓടിക്കാൻ ഗെയിം ഓടിക്കാൻ എനിക്ക് അറിയാമെന്ന് ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഗെയിം എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. മറ്റേ കോയിൻ പുറകിൽ ഒട്ടിക്കലാണ്. പക്ഷെ കൂടുതൽ നിയമങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാം അതേപോലെ തന്നെ കളിക്കാനാണെന്ന് പിന്നെ ബിഗ് ബോസ് ഈ കളി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജിൻഡോ എന്ന് പറയാൻ സെൽഫ് കൺട്രോളിന്റെ ബെസ്റ്റ്. ജിൻഡോ അത്ര മണ്ടനൊന്നും അല്ല കേട്ടോ. ജിൻഡോ ഇത്രയും വിൽ പവറും സെൽഫ് കൺട്രോളിന്റെ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പുള്ളിക്ക് ഗെയിമിന്റെ ലൂപ്പോൾ പുള്ളി കൃത്യമായിട്ട് മനസ്സിലാക്കി. ആ എന്താ പറയാ, ഇത് കൊണ്ടുവന്ന് പുറത്ത് ഒട്ടിച്ചിട്ട് വിടുന്നില്ല, ഒട്ടിയിരിക്കുന്നു. പുള്ളിക്ക് പുള്ളിയുടെ പവർ എന്താണെന്നറിയാം. ജാസ്മിനോടാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം സാക്രിഫൈസ്, ജാസ്മിനോട് അൻസിബിനോട് സാക്രിഫൈസ് ചെയ്തോളാം ജിൻഡോ പറയുന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് അറിയാം ഇതിന്റെ അവസാന സീനിൽ ജിൻഡോയ്ക്ക് ഇത് പിടിച്ചെങ്കിലും ചെയ്യാമെന്നുള്ളത്. പക്ഷെ ടോട്ടലി അൺഫെയർ ആയിരുന്നു. ഗബ്രി കിടന്ന് കാണിച്ചൊക്കെ വൃത്തികേടായിരുന്നു. നമ്മൾ ആ വീഴ്ച വീഴുമ്പോൾ തന്നെ കണ്ടാൽ വളരെ ക്ലിയർ ആണ്. ഗബ്രിയുടെ മേത്ത് ഒട്ടിച്ചിട്ട് ഗബ്രി ജിൻഡോന്റെ കുത്തുന്ന സമയത്ത് വീഴുവാണ് അങ്ങോട്ടേക്ക്. അപ്പൊ പോലും ബോഡി ടച്ച് ചെയ്യേണ്ട ആ സാധനം ഒട്ടിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ജിൻഡോ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ജിൻഡോ സെൽഫ് കൺട്രോൾ വിട്ട് ഒരു സാധനം അവിടെ ചെയ്തിട്ടില്ല. ജിൻഡോ ഗെയിം ഇന്ന സാധനത്ത് ഇന്ന ലെവലിൽ എത്തിക്കണം. ഞാൻ ജിൻഡോനെ ഇങ്ങനെ മരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമില്ല, ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഗെയിമിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജിൻഡോന്റെ ഗെയിം കറക്റ്റ് ആയിരുന്നു. ജിൻഡോ അതിന്റെ ഇത് ഉപയോഗിച്ചു. അത് പറ്റില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആ തുടക്കം ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞ് ആ പരിപാടി പറ്റത്തില്ല, നിങ്ങൾ എറിഞ്ഞുള്ള ആക്ച്വൽ നമ്മൾ എന്താണോ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മതി എന്ന് ബിഗ് ബോസ് പറഞ്ഞു. ബിഗ് ബോസ് അതൊന്നും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് നല്ല വൃത്തിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ കണ്ടിന്യൂ ചെയ്തെന്ന് പറഞ്ഞു. എല്ലാവരും തിരിഞ്ഞതോട് കൂടിയിട്ട് പുള്ളിക്കാരൻ ഗെയിം ഒന്ന് മാറ്റി. എന്നിട്ട് പോലും ഗബ്രി അവിടെ വന്ന് കാണിച്ചു തന്നു വൃത്തിയുടെ. മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പാണ്ടിലോറിയുടെ മുമ്പിൽ തവള മസിൽ പിടിച്ചിരിക്കണവരുണ്ടായിരുന്നു. ഗബ്രി അവിടെ കിടന്നുകൊണ്ട് ഗുണഗുണാന്ന് ചിലക്കണുണ്ട് കഴിഞ്ഞാൽ. അല്ലാണ്ട് വേറെ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നുണ്ടായിരുന്നു. കാരണം ഒരു മിനിമം സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കണ്ടേ. ഗബ്രിയാണ് അവിടെ കൊണ്ടുപോയിട്ട് ജിൻഡോനെ ആക്രമിക്കുന്നത്, ആ സീൻ ഉണ്ടാകുന്നത്. എന്നിട്ട് ഗബ്രി അവിടെ കിടന്നുകൊണ്ട് ചവിട്ടി തുള്ളിപ്പോകുമ്പോഴും ജിൻഡോ അവിടെ കൂളായിട്ട് ഓക്കെ ഐ എം റെഡി ഫോർ ദ നെക്സ്റ്റ് ഗെയിം കഴിഞ്ഞ് തോറ്റു എന്ന് പറഞ്ഞ ജിൻഡോ നേരെ വന്നിട്ട് അയാളെ കൊണ്ട് പറ്റുന്ന രീതിക്ക്, അതായത് ജിൻഡോ എന്ന വ്യക്തി ഒരുപാട് എക്സ്പോഷർ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര കൾച്ചറലി സംസാരത്തിലും ഒക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഭയങ്കര കയറി വരാവുന്ന ഒരാളൊന്നുമില്ല. അയാൾ ഒരു ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയത്തില്ല, മണ്ടനോ എന്ത് വിളിച്ചാലും ശരി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പുള്ളി നേടാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൽ പക്ക ഫോക്കസ് ചെയ്തിട്ടുണ്ട് പോകുന്നത്. കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് പുള്ളിയുടെ കളി, പക്ക ഫോക്കസ്ഡ്. അല്ലെങ്കിൽ ഈ ഇത്രയും സീൽഡ് ആർക്കാലും ഇരച്ച് കിടന്നില്ല. അയാളുടെ സ്വന്തം പവറിനെ പറ്റി അയാൾക്ക് ധാരണയില്ലേ. അപ്പയാണ് മറ്റേ പാണ്ഡ്യരോടെ മുമ്പിൽ തവള മസിൽ പിടിച്ചിരിക്കുന്ന ഗബ്രി വന്നിട്ട് എന്താ പുല്ലേന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അവനൊരു ഊത്തോടുത്താൻ വീഴും, പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേസ് ഇതിന്റെ ഇടയിൽ അത്യാവശ്യം കുറെ സീനുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജബ്രീസിന്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ വന്ന് നമുക്ക് പട്ടി വിലയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഋഷി പിന്നെ വലിയ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല. ഋഷി ഗെയിം തോറ്റേന്റെ കലിപ്പുണ്ടായിരുന്നു. ഋഷി അത്യാവശ്യം സ്പോർട്സിലാണ് പിടിച്ചേക്കുന്നത്. അപ്പൊ ഋഷി ഗെയിം തോറ്റേന്റെ കലിപ്പുണ്ടായിരുന്നു. പിന്നെ ഋഷി എപ്പോഴാണോ സ്വന്തം ടീമിൽ അല്ലെങ്കിൽ എന്റെ സൈഡിൽ നിൽക്കുന്ന അങ്ങോട്ട് ഇരച്ചങ്ങോട്ട് കയറി പോവും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഋഷി അങ്ങനെയാണ്. അത് അതേപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചാൽ അത് കെട്ടുമ്പോൾ, പക്ഷെ അതിങ്ങനെ ഉള്ളി വെച്ച് നാളെ പിന്നീട് കുറച്ച് നാളത്തേക്ക് ഇത് കാണാം ഇതിന്റെ ഇത് പറഞ്ഞുകൊണ്ട്, പക്ഷെ അത് കത്തിച്ച് കയറ്റാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ ഋഷി പറഞ്ഞ ഒരു പോയിന്റ് ത്രൂ ഔട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ മീൻ അത് മാത്രമേ ഇത് ഇതിലോട്ട് കണ്ടു. പക്ഷെ അപ്പോഴും ബിഗ് ബോസ്, അതായത് ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, കോയിൻ ഈ ആ ഒട്ടാനുള്ള ഒരു തരത്തിലുള്ള ഡ്രസ്സ് പിന്നെ എന്തിനാ വെച്ചിരിക്കുന്നത്, അത് കണ്ടാൽ മനസ്സിലാക്കി കൂടി ഇത് ഒട്ടിക്കണം എന്നുള്ളതായിരുന്നു പോയിന്റ്. ആ തുടക്കം വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. പക്ഷെ ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ചിട്ടും ബിഗ് ബോസ് അത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളാനായിട്ടുള്ള മൗനസമ്മതം കൊടുത്തിരിക്കുന്നിടത്ത് പിന്നെ ഇതിന് വലിയ പോയിന്റ് ഒന്നുമില്ല. ഈവൻ ആ ഗെയിമിന്റെ അവസാനമാണെങ്കിൽ പോലും എന്തുവാണ് ആ പുള്ളിക്കാരത്തിന്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. ഗബ്രി ടീമിൽ അവസാനം ഉണ്ടായിരുന്നത് ആ ഇടിച്ച് തെറിപ്പിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് അവിടെ വേറെ ഗെയിം ഒന്നുമില്ല. ജിൻഡോ അവിടെ അത്ര ആത്മാർത്ഥമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗബ്രി ഒരു സൈഡ് പിന്നെ ചൊറിയണ രീതിയിൽ ബ്ലോക്ക് വെക്കുന്നു. ജിൻഡോയ്ക്ക് ഇടിച്ച് തെറിപ്പിച്ച് പോകാൻ പറ്റുന്ന അവളെയാണ്. രണ്ടുപേരും രണ്ട് സൈഡിൽ ബ്ലോക്ക് വെച്ചുകൊണ്ട് ഒട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ വേറെ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ എന്നിട്ടും പുള്ളി അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് അപ്പുറത്ത് ഗബ്രിയുടെ ഫിസിക്കൽ അസോൾട്ട് കാർഡ് പല സമയത്ത് ഉപയോഗിക്കുന്ന ആടമയാണ് കാലേവാരി നിർത്തടിക്കാൻ തോന്നുന്നത്. ഇനി എന്ത് തന്നെയാണെങ്കിലും ഗബ്രി എന്നൊരു വ്യക്തിയുടെ എല്ലാ ആംഗിളിലും ഫ്രോഡാണെന്നൊക്കെ അറിയിക്കുന്ന രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇവന്റെ ക്രിഞ്ചിടെല്ലാം കൂടി ആകുമ്പോഴാണ് മനുഷ്യനോട് ഒന്നും എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് മറ്റേ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ചക്കരയെ ഉമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഉമ്മ വെച്ച് പോലുണ്ട്. ഒരു ഉമ്മ എടുത്തോളൂ കേട്ടോ, ഞാൻ ഇത്ര കഴിഞ്ഞിട്ടാണ്. പക്ഷേ എനിവേസ് ജാസ്മിനെ മാനിയിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഗബ്രി കട്ട കോമ്പറ്റീവായിട്ട് ജാസ്മിനെ അടിച്ച് തള്ളി മോടിയൊക്കെ കളിക്കുന്നത്. കാരണം ജിൻഡോ അടുത്തുള്ള വാശി കൂടി ഉണ്ടല്ലോ. ജാസ്മിൻ ഒരു തരിക്കൊരു കൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ജാസ്മിൻ ചീഞ്ഞ് ചെല്ലുന്നുണ്ട്. ഇനി അതിന്റെ കൂടെയാണ് ഈ ജാസ്മിന്റെ അടുത്ത് നന്ദന കയറിയോടെ കൊടുക്കുക. നല്ല
തറ പരിപാടി പോലെ ഉണ്ടായിരുന്നു. ജാസ്മിൻ ഓൾറെഡി കയ്യിൽ നിന്ന് പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ജാസ്മിൻ ഇടയ്ക്കൊക്കെ ഒരു ഇമേജ് പിടിച്ചിരിക്കാൻ വന്നു. പക്ഷെ നന്ദനായിട്ട് തോന്നുന്നത് ജാസ്മിന്റെ മുഖത്ത് ജാസ്മിൻ പച്ചത്തറ എക്സ്പ്രഷൻ ഇട്ടെങ്കിലും നോക്കിക്കൂടെ എന്ന് പിടിക്കാനായിട്ട്. അത് വെറുത്തോണ എക്സ്പ്രഷൻ അത് ഇട്ടിട്ട് പോലും നന്ദനയുടെ വാക്കേൽ പിടിച്ചിട്ട്, അതായത് അത് വേറെ ലീഗ് കളിയാണ്. അത് ജാസ്മിനും പറ്റും, പക്ഷെ അത് രണ്ടുപേരും കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തോറ്റത് നന്ദനയാണ്. നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല. എനിവേസ് ഫോർഗെറ്റ് ഇറ്റ്. പിന്നെന്താ അവസാനം വന്നത്, പടച്ചോനെ എന്താ പറയാ, ഉറുമ്പൻകുട്ടിലുള്ള കാല് വെച്ചെന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. റസ്മിനും നോറയും കൂടി ഇരിക്കുന്ന സമയത്ത്, അപ്പുറത്ത് ശ്രീതും കിടപ്പുണ്ടായിരുന്നു. റസ്മിനും നോറയും കൂടി ഇരിക്കുന്ന സമയത്ത് നോറ എന്തോ പറഞ്ഞ് റസ്മിൻ തിരിച്ചൊരു മറുപടി കൊണ്ട് പറഞ്ഞവിടെ പെട്ടുപോയത്. പക്ഷെ അത് ഒരുപാട് കലിപ്പിച്ച് വൃത്തികേടാക്കാതെ എപ്പിസോഡ് അവസാനിപ്പിച്ചതിൽ ബിഗ് ബോസിനോട് നന്ദിയുണ്ട്. എനിവേസ് ഇന്നത്തെ എപ്പിസോഡ് കാണേണ്ട ഒരു എപ്പിസോഡാണ്. പിന്നെ ഇതുവരെയും ബിഗ് ബോസ് കണ്ടു കൊടുക്കാത്തവർക്ക്, ഇപ്പൊ 46 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഏകദേശം കറക്റ്റ് ഹാഫ്, 45 ഡേയ്സ് കഴിഞ്ഞ് 46th ഡേ ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ലോ 100 ദിവസമല്ലേ, 50 ദിവസം ഉണ്ടേ, ഞാൻ 3 മാസമുള്ള കണക്കിനാണ് ആലോചിച്ചത്. എനിവേസ് ഹാഫിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു തുടങ്ങണമെങ്കിൽ ഒരു ചൂട് വരാൻ പറ്റിയ കറക്റ്റ് എപ്പിസോഡാണ്. അത്യാവശ്യം മസാലയും മടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഇതിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം ഞാൻ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇഫ് someone wants to start watching Big Boss, please, this is the right episode to pitch in. Thank you.